ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ഒന്നല്ല. ഇന്ന് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ എൻ്റെ കൈമ കത്തി തട്ടിയില്ല, നമ്മൾ നനച്ചുളിപ്പണീൻ്റെ തന്നെ. അപ്പോൾ ഞാൻ കത്തി വാങ്ങാൻ പോയിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്യേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ വീഡിയോ ആയിട്ടൊന്ന് ആ വീഡിയോ കണ്ടവർക്ക് അറിയുണ്ടാകും, സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് മാത്രമേ അറിയുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഐക്കിയക്കും അബിയാത്തുക്കാണ് പോണത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു സാധനം എടുക്കാനൊന്നും പോയതൊന്നുമല്ല, നിങ്ങൾക്കിത് വീഡിയോയിലൂടെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിത് നല്ലൊരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ നാട്ടിൽ ഇങ്ങനത്തെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇത് നമ്മളെ ബെഡ്റൂം, അതുപോലെ ലിവിങ് ഏരിയ എല്ലാതും അതുപോലെ ഡൈനിങ് ഏരിയ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ബെഡ്റൂം, ഈ ലിവിങ് ഏരിയ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഈ സെറ്റ് ചെയ്ത് വെച്ച ഓരോ സാധനങ്ങളും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വാങ്ങാൻ കിട്ടും. അതിങ്ങനെ ഒന്നായിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ലൈറ്റുകളൊക്കെ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇത് ഓരോ ലിവിങ് ഏരിയയിലും ഇതിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോഴൊക്കെ നമുക്ക് ഇതിൻ്റെ ഐഡിയ കിട്ടാം, അത് ഇവിടെ വെച്ചപ്പോൾ നല്ല രസമുണ്ട്, അവിടെ കണ്ടപ്പോൾ അത്ര രസം ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും. അതുപോലെ കിച്ചണത്തെ ഓരോ സാധനങ്ങളും നല്ല രസമായിട്ടത് കാണാനും. അപ്പോൾ ഇത് ഞാൻ കിച്ചണും ലിവിങ് ഏരിയയും ബെഡ്റൂമൊക്കെ സെപ്പറേറ്റ് ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ പെട്ടെന്ന് അങ്ങനെ കാണാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ വീഡിയോ മുമ്പോട്ട് സ്കിപ്പ് ചെയ്യാതെ പോയിക്കോളിട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഞാനൊരു തലക്കെന്ന് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതൊക്കെ എന്തിട്ടാണെന്നൊന്നും എനിക്ക് അങ്ങനെ വല്ലാതെ പറഞ്ഞു തരാനൊന്നും അറിയില്ല. ഇതിപ്പോൾ നമ്മൾ വാഷ് ബേസും അതിൻ്റെ മേലൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്ന കണ്ണാടിയൊക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അത്ര ഭംഗി തോന്നണില്ലല്ലോ. ഇത് സെറ്റ് ചെയ്തിട്ടുള്ളതൊന്ന് കാണാം കേട്ടോ. നിലത്തിട്ട് ടൈൽസ് ആണെങ്കിലും മാർബിളാണെങ്കിലും അതൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ അതിൻ്റെ സൈഡിലിട്ട മാർബിളും ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മളെപ്പോലെ പുതിയ വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നത്. എനിക്കിഷ്ടമായിട്ടോ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്നത്. അടിപൊളിയില്ലേ, അത് സംഭവം അല്ലേ. കുട്ടികളൊക്കെ എൻ്റെ അടുത്തൊക്കെ പറ്റില്ലേ, ഇങ്ങനെ തള്ളിയിട്ട് കൊടുത്താൽ അമരും, തൊട്ടാൽ പറയും. പറ്റിയോ? കണ്ണാടിന്റെ വില 59 റിയാല്, 325 റിയാൽ. ഇങ്ങനെ ഓരോന്നിൻ്റെ വില അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ. ഇതിങ്ങനെ വലിപ്പൊക്കെ ഉണ്ട് ഇതിൻ്റെ താഴെ. ഉള്ളതുകൊണ്ട് വെള്ളം അങ്ങനെ വിലയില്ല. ഇതിങ്ങനെ 2 വലിപ്പം വരുന്നുണ്ട് അല്ലേ, പല മോഡലുകളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ കോട്ടിങ്ങുണ്ടായിരുന്നു. ഞാൻ ആദ്യം കരുതുന്നതൊക്കെ കംപ്ലൈൻറ്റ് ആവും. സീറ്റ് എന്തോ ഇപ്പം നാട്ടിലും ഇങ്ങനത്തെ ഇതോടൊക്കെ ഉണ്ട്. സീറ്റ് എന്തോ അതിലുള്ള മരമല്ല, അത് ഡിസൈന് മാത്രമേ ഉള്ളൂ. പൈപ്പുകളൊക്കെ നല്ല പൈപ്പുകൾ. കണ്ടാ ഇതാ അളകിക്കണു, ആൾക്കാരെ നോക്കിയിട്ടാവല്ലേ. അല്ല, ചിലപ്പോൾ ഇങ്ങോട്ട് തിരിക്കാനാകെ. നല്ല രസമുണ്ട് അല്ലേ, വേറെ മോഡലല്ലേ. പൈപ്പുകളെ ഡിസൈൻ കാണാൻ നല്ല ചൊറുക്കുണ്ട് അല്ലേ. ഇതുമ്മ ഇങ്ങനെ ചിഹ്നമായിട്ട് കാണല്ലേ. അടിപൊളി ഷവർ അല്ലേ. നമുക്ക് തലയ്ക്ക് വേണമെങ്കിൽ അവിടെ, മേത്തക്ക് വേണമെങ്കിൽ ഇവിടെ. അടിപൊളി അല്ലേ. ആകെ എത്ര വിലയുള്ളല്ലോ. അതിന്റെ വില ഒന്നുമില്ല, ഇതിനൊക്കെ ഇവിടെ വില ഇട്ടിട്ടുണ്ടാവില്ലേ. ഓക്കെ, ഇതുമ്മ വായിച്ചാൽ മനസ്സിലാവുമല്ലോ. 59 ഒരു ഇതിന്, നെറ്റിന് 46 ഇതിന് വില കുറവ്. സ്റ്റീൽ കളറിന് വില കുറവാ അല്ലേ. കമ്പനി വ്യത്യാസം കാണാൻ ചെറുക്കണ്ടില്ലേ. ഗോൾഡ് നിറം പോവെന്ന് അറിയില്ല. കിച്ചണിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ മനസ്സിലാവട്ടെ ഇതൊക്കെ എന്തൊക്കെയാണ് കിച്ചണിൽ വെക്കുന്ന പൈപ്പുകളാണ് കേട്ടോ. നല്ല മോഡലുകൾ, വേസ്റ്റ് പോവാൻ
ഇത് സ്റ്റീൽ വെക്കണതന്നെ നല്ലത് പ്ലാസ്റ്റിക്കിനേക്കാളും. വൃത്തിയാക്കിയാൽ നല്ല വൃത്തിൻ്റെ ഉണ്ടാവും. ഈ സ്റ്റാൻഡൊക്കെ കണ്ടോ സൈഡിൽ ഇങ്ങനെ ഫിറ്റ് ആക്കണേ കാരല്ലേ ബാത്റൂമിൻ്റെ. പിന്നെ ചുമരിൻ്റെ കോർണർ ഫിറ്റ് ആക്കി ഇത് വിൽക്കിടാൻ ടിഷ്യൂ ഇടാനാ കയറാം അല്ലല്ലേ അയിമ ഇത് ഇടാം. ടിഷ്യൂവിൻ്റെ റോൾ ഇടാനാണ് ടിഷ്യൂവിൻ്റെതൊക്കെ ഇടാനിതാ അങ്ങനത്തെ ഒന്ന് കിച്ചണക്ക് വേണ്ടിയിരുന്നല്ലേ. ഹാൻഡ് വാഷ് ഇതൊക്കെ വെക്കല്ലേ. നമ്മൾ സോപ്പൊക്കെ വെക്കണേ. ഇത് കുളിക്കണത് വെള്ളം നമ്മളെ മറ്റോടത്തേക്ക് പോവാണ്ടിരിക്കാനേ. മണിക്കാവ് കുളിച്ചാൻ പോവാ. പിന്നെ നമ്മൾ കണ്ട സംഭവങ്ങളൊക്കെ ഇതാ ബാത്ത് ടബ് ഞാൻ കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ടല്ലേ, വീഡിയോ എടുക്കാൻ വിട്ടുപോയതാട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു ബാത്റൂം. ഇങ്ങനെ ഓരോ മോഡലുകളിൽ ഓരോ ബാത്റൂം ഉണ്ടാവും. ഞാൻ എല്ലാതും ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, ഒന്ന് മാത്രം കാണിക്കുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് വാതിലുകളെ മോഡലുകൾ കാണാം കേട്ടോ. മരത്തിൻ്റെ ഡോറാ തോന്നുന്നല്ലേ. അപ്പം എരീത്തോല അവിടെ ഉണ്ടാവില്ല. 4500. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നണുണ്ടോ? എന്ത് ഇന്റെ വേഗ് ഉണ്ടായിരുന്നില്ല പണ്ട്, ഇന്റെ വേഗിന്റെ ഡിസൈനില്ലേ എന്ത് രസാ കാണാനല്ലേ. ഇത് നമ്മളിവിടെ ബിൽഡിങ്ങിന്റെ ഒക്കെ ഗേറ്റ് ഇങ്ങനെ വെക്കണതാണല്ലേ. ഡോറ് തുറന്ന് നമ്മൾ ഇറങ്ങിക്കണ വേറെ ലോകത്തേക്കല്ലേ. നമുക്ക് കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്, അതുപോലെ നമ്മുടെ ബെഡ് ലാമ്പ് അങ്ങനത്തെ ഒക്കെ കാണാം. പിന്നെ ഇത് നമ്മൾ മതിൽമയൊക്കെ എന്താണ് വെക്കുന്നതാണ്. ഇതിങ്ങനെ 3D എഫക്റ്റ് തോന്നുന്ന രീതിയിൽ. പിന്നെ ഇതൊക്കെ നമ്മൾ മതിലിൻ്റെ സൈഡിലൊക്കെ തൂണമ്മേ അതുപോലെ ഒക്കെ വെക്കണ ലൈറ്റുകളൊക്കെ കേട്ടോ. ഈ ലൈറ്റുകളൊക്കെ ഇഷ്ടം പോലെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യേണ്ടത്. കാരണം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ഈ വീഡിയോ അല്ലെങ്കിൽ തന്നെ ഒരേ നീളം കൂടും. അപ്പോൾ നമുക്ക് അങ്ങനെ കാണാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അബിയാത്തും ഐക്യ മിക്സ് ആക്കിയിട്ടാണ് ഇങ്ങനെ കാണിക്കണതെന്ന്. അപ്പോൾ ഇതിപ്പോൾ അബിയാത്തിലത്തെ ഇതാട്ടോ. അതൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോ ഷോ പീസുകളൊക്കെയാണ്. പിന്നെ ഇതൊക്കെ ഇത് മെഴുകുതിരി കേട്ടോ, നല്ല ഭംഗിയുള്ള മെഴുകുതിരികളൊക്കെ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ കണ്ടോ റോസാപ്പൂവൊക്കെ ഇങ്ങാണ്ട് അതിൻ്റെ തന്നെ പല കളറിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ്. അതൊക്കെ കണ്ടിട്ട് വരിട്ടോ. ഒരു പന്തിലേ എന്തൊരു വെയിറ്റല്ലേ ഇത്. അതിൻ്റെ കുഞ്ഞേ പാളില് എന്തൊക്കെ ആയല്ല മച്ച മാതിരില്ലേ. ഇത് നമ്മളെ ചെകിരിൻ്റെ അതാണ്. ഈ ശരിക്കുള്ള നമ്മളെ ചെടിക്ക് ഇങ്ങനത്തെ വെക്കും, വെള്ളം താഴത്തേക്ക് വരാണ്ടിരിക്കാനൊക്കെ. ജെയ്ത്തുങ്കായ് ചിലത് പൗത്തുക്കണു, ചിലത് പച്ച. കണ്ട തോന്നൂലേ, നല്ല രസമുണ്ടല്ലേ. പിന്നെ നമ്മൾ ഈ പൂക്കളും ചെടികളൊക്കെ കണ്ടില്ല, അതൊന്നും ശരിക്കുള്ളതല്ല കേട്ടോ, ആർട്ടിഫിഷ്യലാണ്.
പിന്നെ അതുപോലെ ഈ കറ്റാർവാഴയൊക്കെ കണ്ടോ, അതൊന്നും ശരിക്കുള്ളതൊന്നുമല്ല. പിന്നെ പുറത്തേക്കൊക്കെ ഇങ്ങനെ ബാൽക്കണിക്കൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ അങ്ങനത്തേനാണല്ലേ, അങ്ങനെ പുറത്തുണ്ടാക്കില്ല മുറ്റത്തൊക്കെ. അല്ലേ നല്ല രസമുണ്ടല്ലേ ക്ലോക്കുകൾ. ഇതൊക്കെ ഇങ്ങനെ വെള്ള ചുമരും അങ്ങനെ വെച്ചാൽ നല്ല രസമൊക്കെ അല്ലേ, ഈ കറുപ്പൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയാണ്ട് അല്ലേ. നല്ല രസമുണ്ടല്ലേ. നല്ല രസമുണ്ടല്ലേ. ഈ സംഭവം എന്താണെന്ന് ഈ ഫോട്ടോത്തിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. നമ്മളെ ലിവിങ് ഏരിയയിലും ഇതിലൊക്കെ നമുക്ക് ചുമരുമേ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന വാൾപേപ്പറുകളാട്ടോ. ഇത് കാണുമ്പോൾ നമ്മൾ പണ്ടത്തെ പെരിയിലുണ്ടായിരുന്നില്ലേ, ഇങ്ങനെ ഒരു കള്ളിയായിട്ട് അല്ലെ, ഒരു കബോർഡ് മാതിരി തന്നെ ഉണ്ടായിരുന്നു കയ്യിൽ. അങ്ങനെ തട്ടായിട്ട് ഇതിങ്ങനെ ഓരോ സ്റ്റാൻഡുകളാണല്ലേ, നമുക്ക് കിച്ചണിലോ ഹാളിലോ ഒക്കെ തുറക്കാം. ഇത് നമ്മൾ ഇങ്ങനത്തെ ക്ലാമ്പ് വെച്ചിട്ട് പിന്നെ അതിന്മേ ഈ പലക ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ക്ലാമ്പിന് ഇവിടെ 3 റിയാലുള്ളൂ കേട്ടോ, പക്ഷെ പ്ലാസ്റ്റിക്കാണ്. മുത്തന്നെയാണ്, മുത്തിലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ആങ്കർ കാണുന്നത്, എന്തോ ചോക്ക. ഇത് പിന്നെ നമ്മൾ 5 റിയാലും കടി കാണലില്ലേ അല്ലേ. ഇതിനെത്ര നമുക്ക് ഇവിടെയൊക്കെ വെക്കാലോ. ഇതാട്ടോ അത് സാധനം. ഇതിങ്ങനെ നിർത്തിയാൽ മതി. ഇതിന് 12 റിയാലോ ഒന്നിന്, അല്ല 21 റിയാല്. നല്ലതാണ്, കണക്റ്റ് കണ്ട്. ഇതതിൻ്റെ ചോപ്പ്. ഇങ്ങനെ ഒരു പൊട്ടയാണ്, അപ്പോൾ അത് നമുക്കിങ്ങനെ കൊണ്ടടക്കാനൊക്കെ സുഖത്തിന് ഇതുപോലെ കരുത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സാധനം കരം ഇതിങ്ങനെ കൂട്ടുക. ഇതുപോലെ ഇങ്ങനെ കൂട്ടുക. ഇവിടെയും കൂടിയും കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. സൂപ്പറല്ലേ. നമുക്ക് എങ്ങോട്ടേലൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അടക്കി കൊണ്ടുപോവാൻ സുഖം. ഒന്നെടുക്കണം. ഇങ്ങനെ കുത്തണതാണ്, അത് തുരുമ്പൊടിച്ചണ്ടേ. ഓ, എന്തൊരു ഷോർക്കാലേ ഇതൊക്കെ കാണാൻ. ഇതിൻ്റെ അടി മാർബിളാണ്, എന്തൊരു കനാണില്ലേ. കണ്ണിൻ്റെ അത്ര കനം കൂടി ഇല്ലല്ലേ. മോളല്ലേ ആരാണ് ഇവിടെ ഇരിക്കണോ? ഉപ്പും പാത്രം. ആഹാ, അത് അടിപൊളിയായിട്ടോ. നമ്മളെ നാട്ടിലത്തെ
പാലിളക്കണ ഗ്ലാസ്സിലേ 4 ഗ്ലാസ് അതിലേറെ വലിപ്പമുണ്ട് കൊണ്ടുണ്ട് എനിക്ക്. ഇച്ചി ഈ ഗ്ലാസ് നല്ലോണം മതി. നമുക്ക് ചായ അടിക്കാനോ? ആ ഉണ്ടല്ലേ, നമുക്ക് ക്ലാസ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഐക്കിയത്തെ ഭാഗം കേട്ടോ. അപ്പോൾ ഈ ഐക്കിയിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ മേലൊക്കെ ഒരു കോണി ഉണ്ടാവും. അവിടെ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്തതൊക്കെ കാണാം. പിന്നെ താഴെയാണ് ഇതുപോലെ അവിടുത്തെ ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓഫറുകൾ, ചില സാധനത്തിനൊക്കെ ഓഫറുണ്ട്. അതിൻ്റെ വലിയത് പണിക്കാകുക, അതിൻ്റെ കുഞ്ഞേത്. ഇത് രസമല്ലേ കാണാൻ. ഒക്കെ പിന്നെ നമ്മളെ പ്ലേറ്റുകളാണ്. നല്ല രസമുണ്ട് കേട്ടോ. തൂമിച്ചാനും കടർക്കാനൊക്കെ പറ്റും. പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡ് ഉണ്ട് കേട്ടോ, നല്ല കനമുണ്ട്. ഓ ഇതൊന്നും എടുത്താൽ പൊക്കാൻ വയ്ക്കൂല. ആ ഗ്ലാസിൻ്റെ കളറൊക്കെ എന്തോ ചുരുക്കല്ലേ. നമ്മൾ ഇവിടുന്ന് ഒരു കത്തി എടുക്കാൻ തീരുമാനിച്ചിട്ടോ. കാരണം ഐക്കിന്ന് ഒരു കത്തി എടുക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു കത്തി എടുക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അബിയാത്തിൽ നോക്കിയപ്പോൾ എന്താ കത്തി നല്ലതില്ല. അപ്പോൾ ഐക്കിയിൽ വന്നപ്പോൾ കുറേ കത്തികളുണ്ട്. അപ്പോൾ എന്താണ് കത്തികളൊക്കെ എളുപ്പം മൂർച്ചം പോവാണ്. അപ്പോൾ എളുപ്പം മൂർച്ചം പോകരുത്. അപ്പോൾ കുറച്ച് ബ്രാൻഡഡൊക്കെ ആയിട്ട് എല്ലാവരും പറയണതല്ലേ ഐക്കിയൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഒരു കത്തി എടുക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കത്തി എടുത്തിട്ട് എൻ്റെ കയ്യുമ്മ തട്ടിയതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, അന്ന് കൈമ തട്ടീന്. ആ കത്തി ഇതാണ് കേട്ടോ സംഭവം, ഇവിടുന്ന് എടുത്തതായിരുന്നു അന്ന്. ഇത് കനം തന്നെയല്ല കേട്ടോ. ഓ ഇതിലൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് പിന്നെ നമ്മളെങ്ങനെ എടുക്കലേ. പാത്രങ്ങളൊക്കെ കാട്ടാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. വേറൊരു വീഡിയോ ചെയ്യേണ്ടി വരില്ലേ, വെറും പാത്രങ്ങളത് അത്രയുണ്ട്. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതലുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ.